നടൻ മുകേഷ്, നടൻ എന്നല്ല MLA മുകേഷ്, മുകേഷിനെതിരായ പീഡനക്കേസ് CPM സംസ്ഥാന കമ്മിറ്റി അയാളെ സംരക്ഷിക്കുന്നു. പോളിറ്റ് ബ്യൂറോ അംഗമായ വൃന്ദ കാരാട്ട് അതിനെതിരെ നിലപാടെടുക്കുന്നു. കോൺഗ്രസിൻ്റെ MLA മാർക്കെതിരെ ഇങ്ങനെ കേസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് മുകേഷ് രാജിവെക്കണ്ട എന്ന് പറയുന്ന താരതമ്യം ശരിയല്ലെന്നാണ് വൃന്ദയുടെ നിലപാട്. മുകേഷ് രാജിവെക്കണമെന്ന് ആനി രാജ CPIയുടെ ദേശീയ കൗൺസിൽ അംഗം പറയുന്നു. സംസ്ഥാനത്ത് പറയേണ്ടത് പാർട്ടിയാണ്, ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയാണെന്ന് ഇവിടുത്തെ നേതാക്കന്മാർ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ പെണ്ണ് കേസിൻ്റെ പേരിൽ വ്യത്യസ്ത അഭിപ്രായമാണോ? സംരക്ഷിക്കണമെന്നുള്ളവരും സംരക്ഷിക്കേണ്ട എന്ന് പറയുന്നവരുണ്ടോ? അങ്ങനെയില്ല, ഒരേ അഭിപ്രായമാണ് എല്ലാവർക്കും. അതിൽ എതിരഭിപ്രായമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നൊരു സമ്പ്രദായം, അതായത് ഭരണപക്ഷിയുടെ ട്രഷറി ബെഞ്ചിൻ്റെ സ്പേസും ഓപ്പോസിഷൻ സ്പേസും ഒരാൾ തന്നെ ഉപയോഗിക്കുക, ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോവുക. ഈ ഒരു ടെക്നിക്ക് അവർ ഉപയോഗിക്കും. ആളുകളെ പറ്റിക്കാനാണോ? അത് പറ്റിക്കാനാണ്. അതായത് ഇപ്പോൾ വൃന്ദക്കാരായിട്ട് എതിർത്തു എന്ന് പറയുന്നു. എവിടെയാണ് എതിർത്തത്? ഏത് വെബ്സൈറ്റിലും മറ്റോ ലേഖനം എഴുതിയെന്നാണ് പറയുന്നത്. ആ ലേഖനത്തിൽ ഈ പറഞ്ഞ സാധനമൊന്നും ഇല്ല. വായിച്ചു. വൃന്ദക്കാരാട്ടിൻ്റെ ഇംഗ്ലീഷിൽ എഴുതിയ ലേഖനത്തിൻ്റെ കഷ്ണങ്ങൾ സൈഡിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. എന്നിട്ട് അതിൻ്റെ കണ്ടൻറ്റ് വൃന്ദക്കാരാട്ട് പറഞ്ഞതായിട്ട് ഇവർ പറയും. ഇത് തമ്മിൽ ബന്ധമില്ല. ഞാൻ അത് പറയാം. വി ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു എ ഡൈവേർഷണറി, ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത്. വാട്ട് ഈസ് കോൾഡ് ഇൻ ഹിന്ദി തൂ മേമേ, നീ അത് ചെയ്തില്ലേ, അപ്പം നീ അത് ചെയ്തില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ഇതാണ് വൃന്ദക്കാരായിട്ട് പറയുന്നത്. തൂ മേമേ സോർട്ട് ഓഫ് യൂസ്ലെസ് ആർഗ്യുമെൻറ്റ്, പ്രയോജനമില്ലാത്ത വാഗ്വാദത്തിൽ ഏർപ്പെടേണ്ട. അത് വേണമെങ്കിൽ ജയരാജനോടുള്ള ഒരു നീരസമെന്നോ അതുപോലും പറയാൻ പറ്റില്ല. അയാളുടെ ആർഗ്യുമെൻറ്റ് പറയുന്നു, നിങ്ങളുടെ വിൻസെൻ്റ് രാജിവെച്ചിരുന്നോ, പിന്നെ എന്തിനാണ് മുകേഷ് രാജിവെക്കുന്നത്? അപ്പോൾ വൃന്ദക്കാരായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ഇത് പറയുന്നത്. വൃന്ദക്കാരായിട്ട് അത് ഇപ്പം അങ്ങനത്തെ ചർച്ചയിലേക്ക് കൊണ്ടുപോകാതെ ഇത്രയേ ഉള്ളൂ. അങ്ങനത്തെ ആർഗ്യുമെൻറ്റിലേക്ക് പോകണ്ട. എന്നിട്ട് അവർ പറയുന്നത് എന്താ? ദ ഫോക്കസ് ഈസ് ആൻഡ് മസ്റ്റ് ബി ടു പ്രൊവൈഡ് എ സേഫ് എൻവയൺമെൻറ്റ് ഫോർ വിമൻ എവരിവെയർ. എല്ലായിടത്തും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കിട്ടണം. ആൻഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി ഓൾസോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമാ രംഗത്തും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ്, വിമൻ മസ്റ്റ് ഹാവ് ദ കോൺഫിഡൻസ് ദാറ്റ് ദ ഗവൺമെൻറ് ആൻഡ് സൊസൈറ്റി ആർ വിത്ത് ദം ഇൻ ദെയർ ബ്രേവ് ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. ഗവൺമെൻറ്റും സമൂഹവും സ്ത്രീകളുടെ കൂടെ ഉണ്ട് അവരുടെ യുദ്ധത്തിൽ എന്ന് അവർക്ക് ബോധ്യം വരണം. ഇൻ അഡീഷൻ ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ സ്പേസ് ആൻഡ് ബോഡിലി ഇൻറ്റഗ്രിറ്റി, ദിസ് ഓൾസോ മീൻസ് ഈക്വൽ റൈറ്റ്സ് വിത്തിൻ ദ ഇൻഡസ്ട്രി. ഇതൊക്കെ ജനറൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? സ്ഥിരം പ്രയോഗങ്ങളാണ്. ദിസ് വിൽ റിക്വയർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആര്? മുകേഷും ഇതിലൊരു സ്റ്റേക്ക് ഹോൾഡറാണ് അല്ലേ? ജയസൂര്യ സ്റ്റേക്ക് ഹോൾഡറാണ്, രഞ്ജിത്ത് സ്റ്റേക്ക് ഹോൾഡറാണ്, ഈ പറഞ്ഞ WCC അവരും സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ദിസ് വിൽ റിക്വയർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് സജി ചെറിയാൻ വിളിക്കുന്ന കോൺഫറൻസിന് എല്ലാവിധ ആശംസകളും എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. റോഡ് ബൃന്ദ റിജക്റ്റിംഗ് ദ സ്റ്റേറ്റ് ലീഡർഷിപ്സ് ആർഗ്യുമെൻറ്റ് ഇൻ ഹെർ ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ഓൺ CPM ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇത് പത്രക്കാരൻ്റെ മനോരമ ഓൺലൈനിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അയാളുടെ കമൻറ്റാണ്. ഇൻവെർട്ടർ കോമ കഴിഞ്ഞിട്ട് റോഡ് ബൃന്ദ ഇങ്ങനെ വൃന്ദക്കാരായിട്ട് എഴുതി, റിജക്റ്റിംഗ് ദ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ആർഗ്യുമെൻറ്റ്. അത് ശരി. ഇൻ ഹെർ ആർട്ടിക്കിൾ. എന്താ റിജക്ഷൻ ഒന്നും കാണുന്നില്ലല്ലോ. റിജക്ഷൻ ഒന്നുമില്ല. ആകെ ഉള്ളത് ഈ തൂത്തു മേമേ വേണ്ട, വേണ്ടാത്ത തർക്കത്തിൽ ഉന്നയിക്കാതെ എന്ന് മാത്രം. ഇത് സ്റ്റേറ്റ് ലീഡർഷിപ്പിനെതിരെയുള്ള കലാപക്കൊടി എന്നൊക്കെ പറയാൻ മാത്രം എന്ത് കാര്യം? ജയരാജൻ അയാളുടെ ലോജിക്ക് പറയുന്നു, വൃന്ദ പറയുന്നു അതിലേക്കൊക്കെ പോവാതെ എന്ന് പറയുന്നു.
അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഈ പാർട്ടി. ഇവർ ആരെങ്കിലും സംരക്ഷിച്ചാലും ചോദ്യം ചെയ്യാൻ ആളൊക്കെ ഉണ്ട് എന്ന് ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും. പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചു. ഇന്നലെ നിശിതമായിട്ട് വിമർശിച്ചു എന്ന് പറയുന്ന ടി പത്മനാഭൻ, അദ്ദേഹത്തിൻ്റെ ലേഖനം ഇന്ന് മനോരമയിലോ മാതൃഭൂമിയിലോ വന്നിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ വിമർശനമൊന്നുമില്ല. ഒരുപാട് സങ്കടമുണ്ട്, അത് പുള്ളി പറയുന്നു. ഇതിനകത്തൊക്കെ പെട്ട പലരും എൻ്റെ വളരെ ആത്മാർത്ഥ സ്നേഹിതന്മാരാണ്. എനിക്കിത് മനസ്സിലാകുന്നില്ല. എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. ഇതിൻ്റെ സത്യം പുറത്തു വരണമെന്നുണ്ട്. ആ സത്യം പുറത്ത് വരാത്ത ഭാഗങ്ങളുണ്ടല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ, അതിൽ യഥാർത്ഥ സത്യം കാണും. ഇപ്പം ഇത്രയും പുറത്ത് വന്നപ്പോൾ തന്നെ കുറേ തലകൾ ഉരുണ്ടു. ഇനി വമ്പൻ തലകൾ ഉരുളാനിരിക്കുന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ബാക്കിയും കൂടെ പുറത്തു വിടണം. ഇതാണ് പത്മനാഭൻ പറയുന്നത്. പത്മനാഭൻ നിശിതമായിട്ട് അങ്ങനെയൊന്നും ചെയ്യില്ല. പിണറായി വിജയന് ടി പത്മനാഭൻ അങ്ങനെ ഒരു കാലത്തൊക്കെ ചെയ്ത് കാണും, ഇപ്പം അങ്ങനെ ചെയ്യില്ല. അല്ല, പുകാസയിൽ ഈ തവണ ഭാരവാഹികളുടെ കൂട്ടത്തിലുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുക്കാസയുടെ സെക്രട്ടറി ആയിട്ട് എടുത്തിരിക്കുന്നത് ആരാ? മോഹനല്ലോ, ഗോകുലേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളിനെ എടുത്തിട്ടുണ്ടല്ലോ. അല്ല, സെക്രട്ടറി അല്ല. പിന്നെ എന്താ അങ്ങനെ വൈസ് പ്രസിഡന്റ്. അതെടുത്തിട്ട് അതിൻ്റെ ഒരു വിവാദമുണ്ട്. കാരണം ഇദ്ദേഹം ഒരു പോക്സോ കേസിൽ പെട്ടിരുന്നു. അത് പുക്കാസ അന്വേഷിച്ചു. അവരുടെ കാര്യങ്ങൾ അവരാണല്ലോ അന്വേഷിക്കുക, പോലീസൊക്കെ ഉണ്ടല്ലോ. പാർട്ടി കോടതി അന്വേഷിച്ച് ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ആക്കി എന്നുള്ള വിവരം ഇപ്പം അങ്ങേര് വീണ്ടും തിരഞ്ഞെടുത്തപ്പോഴാണ് മറ്റുള്ളവർ അറിയുന്നത്. അന്വേഷണവും കഴിഞ്ഞു, അനുകൂലമായ റിപ്പോർട്ടും വന്നു, അത് ഫയലിൽ സ്വീകരിച്ചു, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും ഇദ്ദേഹം കമ്മിറ്റിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദ്യം ചെയ്തു, അല്ല ഇപ്പോൾ പഴയ കേസുണ്ടായിരുന്നില്ല. അല്ല, അതൊക്കെ തീർന്നില്ലേ? അത് തീർന്നു, അത് അന്വേഷണ കമ്മീഷൻ വെച്ചു, അങ്ങേര് കുറ്റവിമുക്തനാക്കി, ഒക്കെ കഴിഞ്ഞു, പ്രൊമോഷൻ കൊടുത്തു. ഇതാണ് പരിപാടി. അതേസമയം ഒരു പ്രതീതി ജനങ്ങളിൽ സൃഷ്ടിക്കുക. കാര്യം പാർട്ടി എന്തൊക്കെ വെച്ച് കഴിഞ്ഞാലും വൃന്ദാക്കാരായിട്ട് സമ്മതിച്ചില്ല കേട്ടോ. അവരൊറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തു, ഒറ്റയ്ക്ക് പാർട്ടിയിൽ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കട്ടെ, എടുത്ത് പുറത്ത് കളയും. ഒറ്റയ്ക്ക് ആരും പാർട്ടിയിൽ ഫൈറ്റ് ചെയ്തിട്ടില്ല. ചെയ്തവരൊക്കെ പുറത്തു പോയിട്ടുണ്ട്. ഗൗരിയമ്മ പുറത്തു പോയി, രാഘവൻ പുറത്തു പോയി, ടി പി ചന്ദ്രശേഖരൻ പുറത്തു പോയി, വി എസ് പുറത്താക്കലിൻ്റെ വക്ക് വരെ എത്തി. പുറത്താക്കാഞ്ഞത് ഈ അപ്പോഴത്തേക്ക് പുള്ളി വയസ്സായിരുന്നല്ലോ, ഫൈറ്റിംഗ് ഇതങ്ങ് കുറഞ്ഞു, എനർജി കുറഞ്ഞു, പിന്നെ അങ്ങ് വെറുതെ വിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ആ പാർട്ടിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ സാധ്യമല്ല, വെറുതെ അഭ്യൂഹങ്ങളാണ്. അതുകൊണ്ട് വൃന്ദാക്കാരായിട്ട് ഈ പറഞ്ഞ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ആകെ പറഞ്ഞത് ഈ തൂത്തു മേമ എന്ന് പറയുന്നത്, വിൻസെൻ്റ് രാജിവെച്ചില്ലല്ലോ, മറ്റേ ആൾ രാജിവെച്ചില്ലല്ലോ, നീ കൊന്നില്ലേ, ഞാൻ കൊന്നില്ലേ, നീ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, ഈ യൂസ്ലെസ് ആർഗ്യുമെൻറ്റിൽ പോകണ്ട എന്ന് മാത്രമേ വൃന്ദാക്കാരായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഇപ്പോൾ പലരും പറയുന്നത് മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നല്ല, സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് രാജിവെക്കണം. അതിൽ നിന്നങ്ങ് രാജിവെച്ച് ഈ പ്രശ്നം ചിലപ്പോൾ തീർക്കും. അതിനാണ് അത് വെച്ചിരിക്കുന്നത് തന്നെ. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4.25 വർഷം മുതൽ ആയി ഇവരുടെ കയ്യിലിരിക്കുകയല്ലേ. അപ്പോൾ ഇത് വരും, ഇത് പ്രശ്നമാകും. ആയാൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യം വരും. അപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥാനം രാജിവെക്കണ്ടേ? അതുകൊണ്ട് ഈ സ്ഥാനം ഇപ്പോഴേ കൊടുത്തു വെച്ചോ, അപ്പോൾ നമുക്കത് രാജിവെക്കാം. ഞാൻ ഈ ഉദ്യോഗത്തിലിരുന്നപ്പോൾ ഞങ്ങൾ മേലധികാരിക്ക് വെട്ടാനായിട്ട് ഒരു പാരഗ്രാഫ് പ്രത്യേകം കത്തിലെഴുതുമെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് രാജിവെപ്പിക്കാനായിട്ട് ഒരു പോസ്റ്റ് നേരത്തെ കൊടുക്കുക. എന്നിട്ട് ഒരു രാജിയില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് അങ്ങ് മൂർധന്യത്തിലെത്തിക്കഴിയുമ്പോൾ ഈ സാധനം എല്ലാവർക്കും തൃപ്തിയായി. അപ്പോൾ എല്ലാവരും ജയിച്ചേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സംശയം, ഹേമ കമ്മിറ്റി ഈ സിനിമാ മേഖലയിലുള്ള സകല പ്രശ്നങ്ങളും, നടന്മാരുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, നിർമ്മാതാക്കൾ, പ്രൊഡ്യൂസേഴ്സ്, വിതരണക്കാർ, ഇതിങ്ങനെ ഒരുപാട് മേഖലകളുണ്ടല്ലോ സിനിമയെ ബന്ധം, ഇതിനൊക്കെ എല്ലാം കൂടെ സമഗ്രമായ അന്വേഷണം നടത്തിയത് വന്ന് അല്ല അത് തെറ്റിദ്ധാരണയാണ്. ആണോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പേര് എക്സ്പേർട്ട് കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ്. അവർക്ക് കൊടുത്ത ടേംസ് കണ്ടിട്ടില്ല, അതിൽ തലക്കെട്ടില്ല, അതിൻ്റെ തുടക്കത്തിലുണ്ട്. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു സ്പെസിഫിക്കലി ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ ഫിലിം ഇൻഡസ്ട്രി. വിമൻ മാത്രം, മെന്നില്ല,
ട്രാൻസ്ജെൻഡർ ഇല്ല, ചിൽഡ്രൻ ഇല്ല, ഒന്നുമില്ല. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇത് മാത്രമാണ്. ഞാൻ അതാണ് ചോദിക്കാൻ പുരുഷന്മാരുടെ പ്രശ്നങ്ങളില്ല. റിപ്പോർട്ടിൽ അത്തരം കാര്യം അതല്ലാത്ത മറ്റു വിഷയങ്ങളില്ലല്ലോ എന്നാണ് ചോദിക്കാൻ വന്നത്. അത് അബോർട്ടായി. അത് ഈ വ്യാപകമായൊരു തെറ്റിദ്ധാരണയാണ്. സിനിമയെപ്പറ്റി സമഗ്രമായിട്ട് പഠിക്കാനുള്ള കമ്മിറ്റിയല്ല. സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ അവർ കണ്ടെത്തിയ വിവരങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നം പുരുഷന്മാരാണ്. അതുതന്നെ മദ്യപിച്ച പുരുഷന്മാരാണ്, മയക്കുമരുന്നടിക്കുന്ന പുരുഷന്മാരാണ്. സ്ത്രീകൾ കാരണം സെറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതും അവരെഴുതി. മയക്കുമരുന്ന് കിട്ടാഞ്ഞിട്ട് ഷൂട്ടിങ് മാറ്റി വയ്ക്കുക, മൂഡ് ഓഫ് ആണെന്ന് പറയുക, ഇതൊക്കെ പറഞ്ഞു വരാതിരിക്കുക. അങ്ങനെ ആനുഷംഗികമായിട്ട് പുരുഷന്മാരുടെ കാര്യം പരാമർശിച്ചതല്ലാതെ പ്രശ്നങ്ങൾ മുഴുവൻ അവർ സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. 3 പേര്. അല്ല, അപ്പോഴും എനിക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ചോദ്യമല്ല സംശയം. അപ്പോൾ ഈ കമ്മീഷൻ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ടൈംസ് ഓഫ് റെഫറൻസ് ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പരാതി പറഞ്ഞ പല ആളുകളും ആ കമ്മിറ്റി മുമ്പാകെ പോകാതിരുന്നത്? അത് പോയിട്ടുണ്ടെന്ന് അവർ പറയുന്നില്ല. ഒരു സാങ്കേതിക ചോദ്യമാണ്. ഈ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് നോക്കുക, അവർ പരാതി പറയണമെന്നൊന്നുമില്ല. കുറക്കാലം അവർ പരാതി പറയാതെ മനസ്സിലിങ്ങനെ കിടക്കുന്നത്, പുറത്ത് പറയില്ല, അങ്ങനെ കിടക്കും. ഒരു അവസരം വരുന്നു, എല്ലാവരും ഒക്കെ പറയുന്നു, ഞാനും പറയണോ എന്നൊക്കെ വിചാരിക്കും. കൂടെയുള്ള ആരെങ്കിലും അപ്പോഴത്തേക്ക് ഒരു കുറച്ചുകൂടെ ധൈര്യം വരും, അപ്പോൾ കയറി പറയും. ഒരു സ്യൂട്ടബിൾ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ. ഈ ട്രോമ എന്ന് പറയുന്നത് അത് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ഓരോ ഇൻഡിവിജ്വലിൻ്റെയും കപ്പാസിറ്റി അനുസരിച്ച് അത് പെട്ടെന്ന് പുറത്ത് പറയും, ചിലപ്പോൾ പറയാതിരിക്കും, ചിലർ പറയാതെ തന്നെ മരണം വരെ പറയാതെ പോകും. ഇപ്പോൾ മുകേഷിൻ്റെ ആദ്യ ഭാര്യ സരിത ഇപ്പോൾ ഒന്ന് പറയുന്നത്, അവർ ഇപ്പോഴാണ് കുറേ കാര്യങ്ങൾ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ അച്ഛൻ മരിച്ചു. മുകേഷിൻ്റെ അച്ഛനാണ് പിന്നെ അവർക്ക് ധൈര്യമായിട്ട് സംസാരിക്കാവുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ മുകേഷിൻ്റെ അച്ഛൻ ഇവരോട് പറഞ്ഞു, മോളെ, നീ കടന്നു പോകുന്ന ഈ അവസ്ഥ, നീ സഹിച്ച കഷ്ടപ്പാട്, ഇതെല്ലാം അച്ഛന് നന്നായിട്ട് അറിയാം. പക്ഷേ ഇത് ലോകം അറിയരുത്. നിനക്ക് സംഭവിച്ചത് നീ നിശബ്ദമായിട്ട് സഹിക്കുക. എനിക്കറിയാമല്ലോ, അത് മതി, ഇനി ആരും ഇതറിയണ്ട എന്ന് പറഞ്ഞതാരാ? ഓ മാധവൻ. മുകേഷിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ എളുപ്പത്തിലും കഴിഞ്ഞു. ഓ മാധവൻ പറഞ്ഞ ആൾ കാളിദാസ കലാകേന്ദ്രം. അപ്പോൾ ഇവർ പറഞ്ഞു, മുകേഷിൻ്റെ അച്ഛൻ എന്ന നല്ല മനുഷ്യന് കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല. അദ്ദേഹം മരിച്ചു കുറേ വർഷമായി, എന്നിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ഇപ്പോൾ ഈ നിമിഷം എനിക്ക് തോന്നി, ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് ഏകദേശം ഞാൻ പാലിച്ച് കഴിഞ്ഞു, ഇനിയിപ്പോൾ പറയുന്നതുകൊണ്ട് ദോഷമില്ല എന്ന് തോന്നി. ഇതൊക്കെ ഈ നമ്മളുടെ മനസ്സിൽ ധർമ്മചിന്തയാണ് ഇതെല്ലാം. ആ ധാർമ്മികമായ കാര്യം എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചു. ഒരു സമയം ആയപ്പോൾ അവരത് പറഞ്ഞു. കാരണം ഇപ്പോൾ ഈ ബഹളം നടക്കുന്നു മുകേഷിനെ ചൊല്ലി. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. എത്ര വർഷം കഴിഞ്ഞിട്ടാണ്. എന്നാൽ അവർക്കൊരു കേസുമില്ല, ഒന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു. ചില മുറിവുകൾ കാലത്തിന് പോലും ഉണക്കാൻ പറ്റില്ല. പക്ഷേ അതൊട്ട് അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയുമില്ല. അതിങ്ങനെ മനുഷ്യനിട്ട് നീട്ടി അവൻ മരിക്കുന്നതുവരെ അതും കൊണ്ടങ്ങ് നടക്കും. അപ്പോൾ ചില മുറിവുകൾ ഉണങ്ങാതെ അവശേഷിക്കും. ആരാണ് നമ്മളുടെ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ, സുരേഷ് കുമാർ. അയാളുടെ ഒരു കവിതയുണ്ട്, എഞ്ചിൻ മുറിയിലെ കവിതകൾ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന ഒരാൾ. അയാൾ എഴുതുന്നുണ്ട്, ഈ എഞ്ചിനിൽ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തവൻ്റെ അവസാനത്തെ നോട്ടം, ഒടുവിലത്തെ ആ നോട്ടത്തിൽ എന്തൊരു കരൾ കീറിപ്പറിക്കുന്ന വേദന, ഇനി ഇതും കൊണ്ട് വേണമെൻ ജീവിതം, മുറിവുണങ്ങാതെ മരണമെത്തും വരെ. ആ ചാടി മരിക്കുന്നവൻ്റെ അവസാനത്തെ കരൾ കീറിപ്പറിക്കുന്ന വേദനയുണ്ടല്ലോ, ആ നോട്ടം, അത് ഈ എഞ്ചിൻ ഡ്രൈവറുടെ നെഞ്ചിലാണ് തുളച്ച് കയറുന്നത്. അവന് സംഭവിച്ച മുറിവും കൊണ്ട് അവൻ മരണം വരെ അത് ഉണങ്ങാതെ അവൻ്റെ മനസ്സിൽ കിടക്കും. ഇതാണ് പലരുടെയും അവസ്ഥ. അതുകൊണ്ട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നൊരു ചോദ്യം സ്ത്രീകളോട് ചോദിക്കരുത്. ഇതിനകത്ത് പലവിധ കള്ളത്തരങ്ങൾ സംഗതികളൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം
നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ല ഈ പെൺകുട്ടി പറയുന്നത് സത്യമാണോ കള്ളമാണോ. സത്യമാണെങ്കിൽ ആ ചോദ്യം കൊണ്ട് ആ പെൺകുട്ടിയെ മുറിവേൽപ്പിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ആ സംശയത്തിൻ്റെ ആനുകൂല്യം സ്ത്രീകൾക്ക് കൊടുക്കണം. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാപ്പട്യം കൂടെ നമുക്ക് വീണ്ടും ബോധ്യമായിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.